ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. പൃഥോസ്തു നപ്താ പൃഥുധർമ്മകർമ്മഠഃ പ്രാചീനബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. പൃഥോഹോത്തു, അതാണ് പൃഥോസ്തു. പൃഥോഹോ അവിടെ വരുന്ന വിസർഗം മാറിയിട്ട് സ്തു ഒരുമിച്ച് വരികയാണ്. പൃഥോസ്തു, പൃഥോഹോ തു, പൃഥോഹോ പ്ലസ് തു, പൃഥോസ്തു നപ്ത പൃഥു ധർമ്മ കർമ്മഠഃ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മ കർമ്മഠഃ. ശരിക്കും ഞാൻ എല്ലാത്തിലും പദച്ഛേദവും ഈ സന്ധി വിച്ഛേദവും അങ്ങനെ പറയാത്തതാണ്. നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അങ്ങ് ഒരേപോലെ പദച്ഛേദമാക്കി പറയുകയാണ്. ശരിക്കും സന്ധി വരുന്നിടത്താണ് പ്ലസ് പറയേണ്ടത്. സന്ധി ഇല്ലെങ്കിൽ പദം മാത്രം ഛേദിക്കുമ്പോൾ ആ പദങ്ങളെ ഛേദിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പം അത് ഈ പ്ലസ്സും മൈനസും ഒക്കെ ഇട്ട് പറയുമ്പോഴത്തേനും കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ പദച്ഛേദവും സന്ധിവിച്ഛേദവും എല്ലാം ആ പദങ്ങളെ ഛേദിച്ച് മാത്രമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ആദ്യം മുതലേ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ചിലയിടത്ത് വരുമ്പോൾ മാത്രം ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പ്ലസ് പറയുന്നതാണ്. പ്രാചീന ബർഹിഹി യുവതൗ ശതദ്രുതൗ. പ്രാചീന ബർഹിഹി യുവതൗ, അതാണ് പ്രാചീന ബർഹിർയുവതൗ. പ്രാചീന ബർഹിർയുവതൗ, ഇറും യൂയും ഉണ്ട്. പ്രാചീന ബർഹിഹി യുവതൗ, അതാണ് ഒരുമിച്ച് ചേരുമ്പം പ്രാചീന ബർഹിര്യുവതൗ. പ്രാചീന ബർഹിര്യുവതൗ, ഇർ യു ഇതും കൂടെ ചേർത്ത് ര്യു എന്നാകുന്നു. പ്രാചീന ബർഹിർ യുവതൗ എന്ന് പറഞ്ഞാലും മതി, നമ്മൾ മനസ്സിലാക്കി തന്നെ പറഞ്ഞാൽ മതി. ശതദ്രുതൗ, പ്രാചീന ബർഹിർ യുവതൗ ശതദ്രുതൗ പ്രചേതസഃ നാമ സുചേതസഃ സുതാൻ. പ്രചേതസോ നാമ സുചേതസസ്സുതാൻ അജീജനത് ത്വത് കരുണാ അങ്കുരാൻ ഇവ. അജീജനത്വത് കരുണാങ്കുരാനിവ. അജീജനത് ത്വത് കരുണാ അങ്കുരാൻ ഇവ. അജീജനത്വത് കരുണാങ്കുരാനിവ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീന ബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാൻ അജീജനത്വത് കരുണാങ്കുരാനിവ. ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. അപ്പം ഈ ഭാഗവതം 4-ാം സ്കന്ധത്തിൻ്റെ ഒടുവിൽ 24 മുതൽ 31 വരെ ഇട്ടുള്ള ആ 8 അധ്യായം കൊണ്ട് വിവരിച്ചിട്ടുള്ള ആ പ്രചേതസ്സുകളുടെ കഥയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ച് പറയുന്നത്. ഈ പ്രചേതസ്സുകൾ ആ പൃഥുവിൻ്റെ വംശത്തിലുള്ളതാണ്. ആ പൃഥുവിൻ്റെ വംശത്തിലുള്ള ആ പ്രചേതസ്സുകളുടെ ജനനമാണ് വർണ്ണിക്കുന്നത്. പൃഥോസ്തു നപ്ത, അതാണ് പൃഥോഹോ നപ്ത. പൃഥോഹോ എന്ന് വെച്ചാൽ പൃഥു ചക്രവർത്തിയുടെ, നപ്ത എന്ന് പറഞ്ഞാൽ പൗത്രപുത്രനും. പൗത്രപുത്രൻ എന്ന് പറഞ്ഞാൽ പൃഥുവിൻ്റെ പുത്രൻ്റെ പുത്രൻ്റെ പുത്രൻ എന്ന് വെച്ചാൽ ആ 4ാമത്തെ തലമുറ. ആ തലമുറയിലുള്ള അതാണ് പൃഥോസ്തു നപ്ത. പൃഥു ചക്രവർത്തിയുടെ പൗത്രപുത്രനും പൃഥുധർമ്മകർമ്മഠഃ. പൃഥുധർമ്മം എന്ന് പറയുന്നത് എന്തോന്നാണ്? ആ പരമധാർമ്മികൻ ആയിരുന്നല്ലോ പൃഥു. അതുകൊണ്ടാണ് പൃഥുധർമ്മകർമ്മ എന്ന് പറയുന്നത്, കർമ്മഠഃ എന്ന് പറയുന്നത്. പൃഥു അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് ആ പൃഥുവിനെ പോലത്തെ ധാർമ്മികനും യാഗാദി കർമ്മങ്ങളിൽ ഏറ്റവും തൽപരനുമായിരുന്ന ആര്? പ്രാചീന ബർഹിഹി തു ശതദ്രുതൗ യുവതൗ. പ്രാചീന ബർഹിഹി തു ശതദ്രുതൗ യുവതൗ. പ്രാചീന ബർഹിസാകട്ടെ
ശതദ്രുതി എന്ന പത്നിയിൽ. അതാണ് പ്രാചീന ബർഹിസിൻ്റെ ഭാര്യ ശതദ്രുതി. അപ്പോൾ ആ പ്രാചീന ബർഹിസിനും ശതദ്രുതിക്കും കൂടി ത്വത് കരുണാങ്കുരാൻ ഇവ, ത്വത് എന്ന് വെച്ചാൽ നിന്തിരുവടിയുടെ കരുണാങ്കുരാൻ, ആ കരുണ തന്നെ മുളച്ചു, അങ്കുരാൻ എന്ന് പറഞ്ഞാൽ മുളച്ചു വന്നിട്ടുള്ളത്, ആ കരുണ തന്നെ മുളച്ചു വന്നിട്ടുള്ളതാണോ എന്ന് തോന്നിപ്പോകുന്ന, അതാണ് ത്വത് കരുണാങ്കുരാൻ ഇവ പ്രചേതസഹ നാമ സുചേതസഹ സുതാൻ അജീജനത്. പ്രചേതസഹ എന്ന് വെച്ചാൽ പ്രചേതസുകൾ എന്നു പേരുള്ള, പ്രചേതസഹ നാമ എന്ന് വെച്ചാൽ പ്രചേതസഹ എന്ന് പറഞ്ഞാൽ അവിടെ പ്ലൂറലായിട്ടാണ് വന്നിരിക്കുന്നത്. ആ പ്രചേതസുകൾ നാമ, പ്രചേതസുകൾ എന്ന് പേരുള്ള സുചേതസഹ, സുചേതസഹ എന്ന് പറഞ്ഞാൽ ശുദ്ധഹൃദയന്മാരായ സുതാൻ പുത്രന്മാരെ അജീജനത് ജനിപ്പിച്ചു. അപ്പോൾ ആർക്കാണ് പ്രചേതസ്സുകൾ എന്ന് പേരുള്ള ശുദ്ധഹൃദയന്മാരുണ്ടായത്? പ്രാചീന ബർഹിസിനും ശതദ്രുതിക്കും കൂടി ഉണ്ടായ പുത്രന്മാരാണ് പ്രചേതസ്സുകൾ. ശരിക്കും 10 പുത്രന്മാരാണ് ഉണ്ടായത്. ആ 10 പുത്രന്മാർക്കും കൂടെ പ്രചേതസ്സുകൾ എന്ന പേര് ഉണ്ടായി. അപ്പോൾ ആ പൃഥുവിൻ്റെ പുത്രൻ വിജിതാശ്വൻ, നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞിരുന്നു, വിജിതാശ്വനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ്, ആ ഇന്ദ്രൻ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ വിജിതാശ്വനാണ് കുതിരയെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇന്ദ്രനെ തോൽപ്പിച്ചു എന്ന് പറയുന്നെങ്കിലും വാസ്തവത്തിൽ അവിടെ യുദ്ധമൊന്നും നടന്നില്ല. ആ വിജിതാശ്വൻ ആ കുതിരയുടെ പുറകെ ചെന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്തു? പേടിച്ച് കുതിരയെ അങ്ങ് വിട്ടിട്ട് പോകുന്നു. അങ്ങനെയാണ് ഈ വിജിതാശ്വൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം ജയിക്കപ്പെട്ട കുതിരയോട് കൂടിയവൻ. പക്ഷെ അപ്പോഴല്ല പേരിട്ടത്, ജനിച്ചപ്പോഴേ തന്നെ വിജിതാശ്വൻ എന്നുള്ള പേരാണ് ഇട്ടിരുന്നത്, ഋഷിമാർ കൊടുത്ത പേരാണ്. അപ്പം അന്നത്തെ ഋഷിമാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ അറിയാമായിരുന്നു പേരിടുന്നതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ അർത്ഥവത്തായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ ആ വിജിതാശ്വൻ അതേപോലെ തന്നെ പേര് വന്നില്ലേ, ജനിച്ചുടനെ ഏതായാലും കുതിരയുടെ പുറകെ പോയി ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ തന്നെ പേര് വരികയും ചെയ്തു. അന്നത്തെ ആൾക്കാർക്കൊക്കെ ആ ഒരു ജ്ഞാനമുണ്ടായിരുന്നു. അപ്പം വിജിതാശ്വൻ്റെ പുത്രനാണ് ഹവിർധാനൻ. ആ ഹവിർധാനൻ്റെ പുത്രനാണ് ബർഹിസ്. ഈ ബർഹിസാണ് ഒരുപാട് യാഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ യാഗങ്ങൾക്കൊക്കെ ഈ ദർഭപ്പുല്ല് കിഴക്കോട്ട് തലയാക്കി വെക്കണമെന്നുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് യാഗം നടത്തുമ്പോൾ എന്താ വരുന്നത്? അപ്പോൾ ഈ ദർഭപ്പുല്ലെല്ലാം കിഴക്കോട്ട് തന്നെ തിരിച്ചു വെച്ച് അങ്ങനെ അതിൻ്റെ ദർഭപ്പുല്ലിൻ്റെ തല കിഴക്കോട്ട് തിരിച്ചു വെച്ച് ഒരുപാട് യാഗം നടത്തിയപ്പോൾ ഈ ഭൂമണ്ഡലം മുഴുവൻ ദർഭപ്പുല്ല് കൊണ്ടങ്ങ് നിറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൾക്കാർ കൊടുത്ത പേരാണ് പോലും പ്രാചീന ബർഹിസ് എന്നുള്ളത്. പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട്, ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ല്. അപ്പം ശരിക്കുള്ള അദ്ദേഹത്തിൻ്റെ പേര് ബർഹിസത്ത് എന്നാണ്. അപ്പം ഈ ബർഹിസത്ത് അല്ലെ പ്രാചീന ബർഹിസ് എന്ന ആളാണ് പൃഥുവിൻ്റെ പുത്രൻ്റെ പുത്രൻ 4ാമത്തെ തലമുറയിലുള്ള ആൾ. അദ്ദേഹം ഈ പ്രാചീന ബർഹിസ് ആ പൃഥുവിനെ പോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ധർമാചരണം നടത്തിയിരുന്ന ആളാണ്. അതാണ് പൃഥുധർമ്മം എന്ന് പറയുന്നത്. കർമ്മഠൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്ന് വെച്ചാൽ പൃഥുവിനെ പോലെ തന്നെ ധർമാചരണത്തിൽ സമർത്ഥനായിരുന്നു ഈ പ്രാചീന ബർഹിസ്. അപ്പോൾ അദ്ദേഹം വിവാഹം ചെയ്തിരുന്നത് ആരെയാണ്? സമുദ്രപുത്രിയായ ശതദ്രുതിയെയാണ് വിവാഹം ചെയ്തിരുന്നത്. അപ്പം ഈ പ്രാചീന ബർഹിസിനും ഭാര്യയായ ശതദ്രുതിക്കും കൂടി 10 പുത്രന്മാരുണ്ടായി. അവരെയാണ് പ്രചേതസ്സുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവരെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അപ്പം ആ പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ളവരായ പുത്രന്മാർ എന്നാണ്, നല്ല മനസ്സുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും പ്രചേതസ്, 1ാമത്തെ പ്രചേതസ്, 2ാമത്തെ പ്രചേതസ്, അങ്ങനെ 10 പുത്രന്മാർക്കും പ്രചേതസ് എന്ന് പേരിട്ടു. അപ്പോൾ അവരെ ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രചേതസ്സുകൾ. ഇപ്പോൾ ഒരു അമ്മയ്ക്കും അച്ഛനും മക്കളെ ആരെങ്കിലും ഒരാളെ വിളിക്കണമെങ്കിലോ
പ്രചേതസ്സേ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ആരെയാണെന്ന് അവർ മനസ്സിലാക്കിക്കോളും, അവർ വന്നോളും. അപ്പോൾ 10 കുട്ടികളും കാണാൻ ഒരേപോലെ, ശീലവും രൂപവും ആചാരങ്ങളും എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്രചേതസ്സുകൾ യാഗം കൊണ്ട് യാഗമൊക്കെ നടത്തി അവരുടെ ജീവിതം വളരെ ധന്യമായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഈ ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് തന്നെ രൂപമെടുത്ത് വന്നതാണോ എന്ന് തോന്നും അവരെ കണ്ടാൽ. അപ്പോൾ ആ ഭഗവത് കാരുണ്യത്താൽ ലഭിച്ച ആ സത്പുത്രന്മാരായിരുന്നു അവരെന്ന് താല്പര്യം. അപ്പം ഈ ഭഗവത് കാരുണ്യം കൊണ്ടേ ഇതുകൊണ്ടേ നമുക്ക് നല്ല മനസ്സുണ്ടാവുകയുള്ളൂ. അപ്പം നല്ല മനസ്സുണ്ടായാലേ നല്ല കുട്ടികളും നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്കും വേണ്ടത്. അപ്പോൾ എന്തെന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുവോ അത് ഭഗവാനുള്ള പൂജ ആയിരിക്കണം. അപ്പം യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ജീവിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞ് നമുക്ക് ഇതിൽ നിന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീന ബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാൻ അജേജനത്വത്കരുണാങ്കുരാനിവ.